أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, അസാധ്യമായെന്ന് വിചാരിച്ച പരിശുദ്ധ റമളാനിന്റെ 29 ദിവസം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുവാനും അവനെ വാഴ്ത്തുവാനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നാം ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദേഹേച്ഛകളെ അകറ്റുവാൻ പറ്റിയ മാസം കഴിഞ്ഞു പോയിരിക്കുകയാണ് സഹോദരങ്ങളെ. നോമ്പ് ലക്ഷ്യമാക്കിയ തഖ്വ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകണം സഹോദരങ്ങളെ. ശക്തമായ ചൂടുള്ള സമയത്തായിരുന്നു ഈ വർഷത്തെ നോമ്പ്. പ്രഭാതം മുതൽ പ്രദോഷം വരെയും റഹ്മാനായ റബ്ബിന് വേണ്ടിയാണ് നാം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് കാണാൻ പറ്റാവുന്നതെല്ലാം കണ്ടുകൊണ്ടും കേൾക്കാൻ പറ്റാത്തതെല്ലാം കേൾക്കാതെയും അള്ളാഹുവിന് വേണ്ടിയാണ് ഹറാമുകളെയൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള ജീവിതമാണ് കഴിഞ്ഞ 29 ദിവസങ്ങളിലും റബ്ബിന് വേണ്ടി നാം അനുഷ്ഠിച്ചത് സഹോദരങ്ങളെ. അത് തുടർന്നു പോകണം സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധമായ റമളാനിലാണല്ലോ നാം നന്ദി പ്രകടനമായി നോമ്പ് അനുഷ്ഠിച്ചത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗവുമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ വ്യതിരിക്തത, സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിക്കുന്ന ഏറ്റവും വലിയ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് നാം സഹോദരങ്ങളെ. അതിന്റെ നന്ദി പ്രകടനമാണ് പരിശുദ്ധമായ റമളാനിൽ അള്ളാഹുവിന് വേണ്ടി നാം നോമ്പ് നോറ്റത്. അള്ളാഹു നമ്മെ ഒരിക്കലും പ്രയാസപ്പെടുത്തുവാനല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഒരിക്കലും അല്ലാഹു തആല നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുവാനല്ല. അള്ളാഹു നമുക്ക് എളുപ്പമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ആ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നിന്നും അവതീർണമായ പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ റമളാനിന് വേണ്ടി അവന് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അവന് നന്ദി പ്രകടനമാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് അവന്റെ ഹിദായത്താണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പോലും നൽകാത്ത ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളത് ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. പ്രവാചകന്മാരുടെ വേണ്ടപ്പെട്ടവർക്ക് ലഭിക്കാതെ പോയ ഹിദായത്ത് എന്ന് പറയുന്ന സന്മാർഗം, തൗഹീദ് എന്ന് പറയുന്ന വെള്ളി വെളിച്ചം, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതോ സായം സന്ധ്യകൾ ചെയ്ത നന്മയുടെ പരിണിത ഫലമാണ് അള്ളാഹു നമുക്ക് ഈ തൗഹീദിന്റെ ശാദ്വല തീരത്തിലേക്ക് വരുവാനുള്ള മഹത്തായ അനുഗ്രഹം നമുക്ക് നൽകിയത് എന്ന് നാം മനസ്സിലാക്കുക. ആ ലഭിച്ച ഹിദായത്ത് മരിക്കുന്നത് വരെയും നാം കൊണ്ടുപോകണം സഹോദരങ്ങളെ. സന്മാർഗമാകുന്ന ആ ഹിദായത്ത്, വെളിച്ചമാകുന്ന ഹിദായത്ത് റമളാനിൽ മാത്രം നാം നിർത്തിക്കളയരുത്. കുൻ റബ്ബാനിയ, നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടിമകളാവുക. വലാ തകുൻ റമളാനിയ, നിങ്ങൾ ഒരിക്കലും റമളാനിന്റെ ദാസന്മാരാകരുത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഉപദേശം തേടിയ ഒരു പ്രവാചകാനുയായിയോട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, പിന്നെ നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ളതാണ് ഈമാന്റെ പൂർത്തീകരണം. ഏറ്റവും വലിയ ഉപദേശമായിട്ട് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ ഈമാനാകുന്ന വെളിച്ചത്തിൽ കൂടി ജീവിക്കുമ്പോൾ അത് നേരെ ചൊവ്വേ നിൽക്കുക. റമളാനിൽ മാത്രം നിർത്തിക്കളയരുത് സഹോദരങ്ങളെ.
ജീവിതാന്ത്യം വരെയും കൊണ്ടുപോകണം. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരിഗണന അല്ലാഹു തആല നമ്മുടെ അമലുകളെ പരിഗണിക്കുന്നത് ആ മനുഷ്യന്റെ അന്ത്യസമയത്തുള്ള അമലുകളെയായിരിക്കും സഹോദരങ്ങളെ. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അന്ത്യം ലഭിക്കുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജീവിതാന്ത്യം വരെയും നാം റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യണം സഹോദരങ്ങളെ. മാറിയ കാലഘട്ടമാണ്, ചുറ്റുപാടും തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഒരുപാട് തിന്മകളിൽ അധിഷ്ഠിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കണം സദാ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റബ്ബേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന മറന്നു പോകല്ല സഹോദരങ്ങളെ. മതനിരാസത്തിന്റെ, യുക്തിവാദത്തിന്റെ, ലിബറലിസത്തിന്റെ എല്ലാറ്റിനുമുപരി മതപുരോഹിതന്മാരുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടിരിക്കുന്ന ഇന്നത്തെ സമുദായം അറിയണം, അള്ളാഹുവിന് വേണ്ടി നാം ഇബാദത്ത് ചെയ്തവരാണ്, റഹ്മാനായ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാണ്. നോമ്പ് പ്രാർത്ഥനയുടെ മാസമാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 186-ാമത്തെ വചനം നോമ്പുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങളെ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നാം സന്മാർഗികളാകണമെങ്കിൽ അല്ലാഹു പറയുകയാണ്, വിശ്വാസികളെ, എന്റെ അടിയാറുകൾ നിന്നോട് വന്ന് ചോദിക്കുകയാണ് പ്രവാചക, എന്നെ കുറിച്ച് ചോദിക്കുകയാണ്. പറയുക, ഞാൻ സമീപത്ത് തന്നെയുണ്ട്, എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകാം. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കുവീൻ, ഞാൻ ഉത്തരം നൽകാമെന്ന് കരുണാവാരിധിയായ റഹ്മാനായ റബ്ബ് പറയുമ്പോൾ, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വിനയത്തോടുകൂടി രഹസ്യമായി കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് റഹ്മാനായ റബ്ബ് പറയുകയാണ് സഹോദരങ്ങളെ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാകുന്നു. ആ മസ്ജിദുകളിൽ വെച്ച് അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനിക വചനാമൃതങ്ങളാണ്. വിശ്വാസികളെ, നന്ദികെട്ട അടിമകളാകരുത് നാം. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത അടിയാറുകളെ, അല്ലാഹുവിന് നന്ദികേട് കാണിക്കല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമദാനിൽ പോലും മസ്ജിദുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അല്ലാത്ത ശൈഖന്മാരെയും വലിയമാരെയും പ്രാർത്ഥിച്ച ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പോലും ആത്മീയ മജ്ലിസ് എന്നും പ്രാർത്ഥനാ മജ്ലിസ് എന്നും പേരിട്ടുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച കേരളത്തിലെ ചരിത്രം നമുക്കറിയാം സഹോദരങ്ങളെ. ദർഗകളിൽ ചെന്നുകൊണ്ട് അഭയം പ്രാപിക്കുന്നവർ, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യുന്നവർ ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. ഏറ്റവും വലിയ നന്ദികേടാണ്. നാം ശ്വസിക്കുന്ന വായു, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തെല്ലാമാണ് അനുഗ്രഹങ്ങൾ നൽകിയ സഹോദരങ്ങളെ. ആകാശഭൂമി, നക്ഷത്രങ്ങൾ, വെള്ളം, വായു, സൂര്യൻ, ചന്ദ്രൻ എല്ലാം തന്ന റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ് സൂറത്തുൽ ഇബ്രാഹിം 34-ാമത്തെ ആയത്തിൽ കൂടി, നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ തന്നില്ലയോ? കാരുണ്യവാനായ റബ്ബ് ചോദിക്കുകയാണ്, നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചോദിച്ചതും ചോദിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സംശയമുണ്ടോ? ഒന്ന് എണ്ണിക്കണക്കാക്കുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ് സഹോദരങ്ങളെ. ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ നന്ദിയെ കുറിച്ച്, അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് എണ്ണിക്കണക്കാക്കുമോ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യനുണ്ടല്ലോ അവൻ നന്ദി കെട്ടവനാണ്, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ഇന്ന
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ തന്നെ സാക്ഷിയാണ്. അല്ലാഹുവിന്റെ ചോദ്യമുണ്ടല്ലോ. നന്ദികേട് കാണിക്കുന്ന മനുഷ്യ, നിനക്ക് പറയുവാൻ സാധിക്കുമോ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളിൽ നിന്നും എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നാം എത്ര സുന്ദരമായ, എത്ര നല്ല രീതിയിലാണ് നാം ഈ ഈദ് മുസല്ലയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അങ്ങ് പശ്ചിമേഷ്യയിൽ ജൂതന്മാരുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടുകൊണ്ട്, നസാറാക്കളുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടുകൊണ്ട് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട നമ്മുടെ മുസ്ലിം സമൂഹം പരിശുദ്ധമായ ഈദ് നമസ്കാരത്തിന് പോലും സ്വസ്ഥതയോടുകൂടി, നിർഭയത്വത്തോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ സാധിക്കാത്ത എത്രയെത്ര സഹോദരങ്ങളാണ് ഗസയിൽ, ചെച്നിയയിൽ, അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ, സൗദിയിൽ, ഇറാനിൽ, ഇറാഖിൽ, ലോകത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, നാം അല്ലാഹുവിന്റെ നന്ദികേട് കാണിക്കരുത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷകരമായ അവസ്ഥയിലും വിശ്വാസികൾക്ക് റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരാണ് എന്ന് നാം മറന്നു പോകരുത്. പിന്നീട് റബ്ബിന്റെ പരീക്ഷണം ഉണ്ടാവുക അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തവരാണ്. വിശ്വാസികളെ, തൗഹീദ് ഉൾക്കൊണ്ടവരാണ് നമ്മെ അല്ലാഹു പരീക്ഷിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, വേണ്ടപ്പെട്ടവരുടെ വിയോഗം കൊണ്ട്, ശരീരത്തിലെ പ്രയാസങ്ങൾ കൊണ്ട്, രോഗം കൊണ്ട്, കച്ചവടത്തിലെ നഷ്ടം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ആര് പരീക്ഷിക്കും? മാധവനെയും ജോസഫിനെയും ആണോ? ഇല്ല, ഇല്ല സഹോദരങ്ങളെ, മുഹമ്മദിനെയും അഹമ്മദിനെയുമാണ്, ഫൈസലിനെയും അബ്ദുള്ളയുമാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാകുമ്പോൾ പ്രവാചക അവരോട് പറയുക, പതറരുത്, ഈമാനിന്റെ കരുത്ത് വെടിയരുത്, ശക്തമായി മുന്നോട്ട് പോകണം. ജീവിതത്തിൽ കൂടി അല്ലാഹുവിന്റെ ആശ്വാസമാണ് അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു മുസീബത്തുകളും നമ്മെ ബാധിക്കുന്നില്ല. മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ മിൻ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഹ. ആശ്വാസ വചനമാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദർഗയിൽ പോയിക്കൊണ്ട് അഭയം തേടല്ല, ഖബറാളികളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ല. നമ്മുടെ ശരീരത്തിലോ ഭൂമിയിലോ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ റബ്ബിന്റെ കിതാബിൽ നേരത്തെ തന്നെ അത് എഴുതിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ഹദീദ് 22-ാമത്തെ വചനം, സൂറത്തു തൗബ 51-ാമത്തെ വചനം. വിശ്വാസികളെ, അമ്പിയാക്കന്മാരുടെ പേരുകൾ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം അതിലെ 87 മുതലുള്ള ആയത്തുകൾ പരിശോധിച്ചു നോക്കണം. 18 പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ്. ആ അമ്പിയാക്കന്മാരെ നാം സന്മാർഗത്തിൽ ആക്കിയിട്ടുണ്ട്. ഫബിഹുദാഹു മുഖ്തദി. ആ അമ്പിയാക്കന്മാരെ ആയിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ അമ്പിയാക്കന്മാരുടെ മാതൃക എന്താണ് സഹോദരങ്ങളെ? ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാപങ്ങൾ പുറത്തു കിട്ടുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രോഗം മാറുവാനുള്ള പ്രാർത്ഥന മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സങ്കല്പിക്കുവാൻ സാധ്യമാവൂല സഹോദരങ്ങളെ. 12 വർഷക്കാലമാണ് ഒരേ കിടക്കയിൽ കിടക്കുന്നത്. ഭാര്യമാരെല്ലാം ഇട്ടേച്ചു പോയി, മക്കളെയെല്ലാം അല്ലാഹു തിരിച്ചെടുത്തു, സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചു, കച്ചവടങ്ങളെല്ലാം നഷ്ടത്തിലാണ്. എന്നിട്ട് പോലും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരുടെയും ദർഗകളിൽ ചെന്നുകൊണ്ട് അവരോട് സഹായം തേടിയില്ല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. കരുണക്കടലായ അല്ലാഹ്, എനിക്ക് നീ കൃപ ചെയ്യണമേ. ഒരുപാട് ദുരിതത്തിലാണ് സഹോദരങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ട് ആരോഗ്യത്തെ നിലനിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന സഹോദരങ്ങളെ, ക്ഷമിക്കുക. പരലോകമുണ്ട്, സ്വർഗമുണ്ട്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. അവിടേക്കുള്ള ലോകമാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ലോകത്ത്
ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യൂബ് നബിയെ ഓർക്കണം. അല്ലാ, എന്നെ നീ പരീക്ഷിച്ചുവല്ലോ. ജീവിതത്തിൽ 12 വർഷക്കാലം, ഒരു വ്യാഴവട്ടക്കാലം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോടായിരുന്നു. മകൻ നഷ്ടപ്പെട്ടു പോയി യാക്കൂബ് നബിക്ക്, കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞു പോയ ഒരു മഹാനെയും വിളിച്ച് പ്രാർത്ഥിച്ചില്ല. മുൻകഴിഞ്ഞു പോയ ഒരു നബിമാരുടെയും ഖബറുകൾ തേടി പോയില്ല. മുൻകഴിഞ്ഞു പോയ ഒരു മഹാന്മാരുടെയും ഖബറാളികളുടെയും അടുക്കൽ പോയിക്കൊണ്ട് സങ്കടം പറഞ്ഞില്ല. ആ യാക്കൂബ് നബിയുടെ പ്രാർത്ഥന, ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി, എന്റെ യൂസുഫിനെ നഷ്ടപ്പെട്ടു, ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബേ. നിന്നിലേക്കാണ് ഞാൻ എന്റെ ഖേദം പ്രകടിപ്പിക്കുന്നത്, വ്യസനം മുഴുവനും നിന്നിലേക്കാണ് റബ്ബേ. നീ പരിഹാരം കാണണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സക്കരിയ നബിജ്, ഇബ്രാഹിം നബിജ് അലൈഹിസ്സലാത്തു വസ്സലാം, റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വഷ്തഅല റഅസു ശൈബാ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ദാമ്പത്യ ജീവിതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞിക്കാലുകൾ കാണാതെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരാകുന്ന യുവമിഥുനങ്ങളെ, ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഭാര്യാഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് മാതൃകയുണ്ട്. 80 വയസ്സ് വരെയും കുഞ്ഞുങ്ങളില്ലാത്ത ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ലോകത്തെ സ്ത്രീ വനിതകൾക്ക് മാതൃകയായ മഹദി ആസിയ റളിയല്ലാഹു അൻഹ, ധിക്കാരിയായ ഫിർഔന്റെ പ്രിയതമയാണ് ആസിയ റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ ആ ബീവിയുടെ പ്രാർത്ഥനയുണ്ട്, വളറബല്ലാഹു മഥലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണമേ, അവിടെ മതി എനിക്ക്. ഫിർഔന്റെ ധിക്കാരിയായ എന്റെ ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ ഞാൻ സഹിച്ചുകൊള്ളാമല്ല, ഭരണാധികാരിയുടെ പീഡനങ്ങൾ ഞാൻ സഹിച്ചുകൊള്ളാമല്ല. റബ്ബേ, എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് നൽകണം എന്ന് പ്രാർത്ഥിച്ച നമ്മുടെ മാതൃകാ വനിതയായ ആസിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് സഹോദരങ്ങളെ. ആ റബ്ബ് പോരെ നമുക്ക്, ആ പടച്ചവൻ പോരെ നമുക്ക്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തിയ റബ്ബ് പോരെ. ഈദ് മുസല്ലയിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ മഹാനായ ശൈഖ് അവറുകളുടെ ആ കൽപ്പനകൾ, ആ വസിയ്യത്തുകൾ നാം ജീവിതത്തിൽ പകർത്തണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങൾക്ക് ശേഷം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ ഹന്നാൻ, യാ മന്നാൻ, യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ. എല്ലാ നാവുകളും റബ്ബേ നിന്നെ കുറിച്ചാണ് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയാ കാഫി ഇബ്രാഹിം അലൈഹിസ്സലാം അന്നീറാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ അല്ലാഹ്, എനിക്ക് നീ മതി റബ്ബേ. വയാ കാഫി മൂസ അലൈഹിസ്സലാത്തു ഫിർഔൻ. ധിക്കാരിയായ ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ മൂസ നബിയുടെ റബ്ബേ, എനിക്ക് നീ മതി അല്ലാഹ്. വയാ കാഫി ഈസ അലൈഹിസ്സലാം അൽ ജാബിറ. സ്വച്ഛാധിപതികളിൽ നിന്നും ഈസ നബിയെ രക്ഷപ്പെടുത്തിയ റബ്ബേ, നീ എനിക്ക് മതി. വയാ കാഫി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അൽ ഗറഖ്. ജലപ്രളയത്തിൽ നിന്നും നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ അല്ലാഹ്, എനിക്ക് മതി നീ. വയാ കാഫി ലൂതൻ ഫഹശ ഖൗമഹു. തെമ്മാടി സമൂഹത്തിൽ നിന്നും ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നീ എനിക്ക് മതി. വയാ കാഫി ആയിഷ റളിയല്ലാഹു അൻഹാ വആസിയ. ആസിയ നബിക്ക് രക്ഷകനായ ആയിഷ ബീവിക്ക് രക്ഷകനായ റബ്ബേ, നീ എനിക്ക് മതി. വയാ കാഫി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്സാൻ. എല്ലാ വേദനകൾക്കും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശമനമായ റബ്ബേ, നീ ഞങ്ങൾക്ക് മതി എന്ന് പ്രാർത്ഥിക്കുന്നത് ആരെന്നറിയുമോ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ. വയാ കാഫി മിൻ കുല്ലി ഷൈഇൻ വലാ യക്ഫി മിൻഹു ഷൈ. എല്ലാവർക്കും എല്ലായ്പ്പോഴും മതിയായ റബ്ബേ, എനിക്ക് നീ മതി. ഇക്ഫിനി അളീമൽ ബലാ മിൻ കുല്ലി ഷൈ. എല്ലാ ദുരന്തങ്ങൾക്കും മതിയായ റബ്ബേ, നീ എനിക്ക്
എനിക്ക് മതി എന്ന് പറയുന്നതാരാ? ഒരു കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായ മഹാനായ മുജദ്ദിദായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്യുവാൻ? അങ്ങനെ അള്ളാഹനെ പഠിപ്പിച്ച മുഹയ്യിദ്ദീൻ ശൈഖിനെ പോലും വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അധോഗതി. എന്നെ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ ശൈഖ് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ശൈഖ് പരിചയപ്പെടുത്തിയത് ഹസ്ബി അല്ലാഹ്, എല്ലാ പ്രവാചകന്മാർക്കും മതിയായ അല്ലാഹ്, നീ എനിക്ക് മതി എന്ന് പറഞ്ഞ മഹാനായ ശൈഖായിരിക്കണം വിശ്വാസികളെ നമ്മുടെ മാതൃക. ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഗസയിലെ സഹോദരങ്ങളെ നാം മറന്നു പോകരുത് സഹോദരങ്ങളെ. പെരുന്നാൾ സന്തോഷ ദിനത്തിൽ പോലും ദുരന്തത്തിലാണ് നമ്മുടെ GCC രാജ്യങ്ങൾ, നമ്മുടെ സൗദി അറേബ്യ ഉൾക്കൊള്ളുന്ന നമ്മുടെ സഹോദരങ്ങൾ ജീവിക്കുന്ന, നമ്മുടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ കുടുംബക്കാർ. ഇന്നത്തെ പെരുന്നാൾ അവർ ആഘോഷിച്ചത് ഇതുപോലെ ഈദ് മുസല്ലയിലല്ല. ഭീതി കാരണം അവർ മസ്ജിദുകളാണ് തിരഞ്ഞെടുത്തത്, ബോംബേറാണ്, മിസൈലുകളാണ് അവരുടെ മുകളിൽ കൂടി വരുന്ന ഭീതിജനകമായ അന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് അവർ വല്ലാത്ത ഭയത്തിലാണ് സഹോദരങ്ങളെ. കാരുണ്യം വറ്റുവരണ്ടുപോയ സയനിസ്റ്റ് ജൂത പരീക്ഷകൾക്ക് വേണ്ടി, അവരുടെ നാശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇസ്ലാമിനെ തകർക്കുവാൻ, മുസ്ലിംകളെ ഉന്മൂലനം ചെയ്യുവാൻ, അവരുടെ നാശം കാണുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദികളായ ജൂതന്മാർക്കെതിരെ നാം റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. നിസ്സഹായതയാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരയുമ്പോൾ നിസ്സഹായത കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ആയ സയനിസ്റ്റുകൾക്കെതിരെ സഹോദരങ്ങളെ നാം റബ്ബിനോട് പ്രാർത്ഥിക്കണം. വിശ്വാസികളോട് ഏറ്റവും വലിയ വെറുപ്പുള്ളവർ ജൂതന്മാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 82-ാമത്തെ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ യഹൂദന്മാരെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളെ, റബ്ബിങ്കലേക്ക് നിങ്ങൾ തിരിയണം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബ് എന്ന് നാം മനസ്സിലാക്കുക. ആ ഭരണാധികാരികൾക്ക് നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. റബ്ബേ, ആ രക്ഷാധികാരികളായി അല്ലാഹുവേ നിന്നെ മാത്രം കാണുവാനുള്ള മനസ്സ് നീ നൽകണമേ എന്നുള്ള പ്രാർത്ഥന ആ മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി നാം സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സഹോദരങ്ങളെ. വിശ്വാസികളെ, നാം പിരിയുകയാണ്. ഈദ് മുസല്ലയിൽ നിന്ന് നാം വീടുകളിലേക്ക് പിരിയുകയാണ് സഹോദരങ്ങളെ. കുടുംബ ബന്ധം ഊഷ്മളമാക്കണം സഹോദരങ്ങളെ. വേണ്ടപ്പെട്ടവരുമായി സംസാരിക്കാതെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് നാം ഈ ഈദ് മുസല്ലയിൽ വന്നു എങ്കിൽ നമ്മൾ ഫലമാകില്ല സഹോദരങ്ങളെ, അമലുകൾ സ്വീകരിക്കുകയില്ല. ഈദ് മുസല്ലയിൽ നിന്ന് നാം പിരിഞ്ഞു പോകണം. കുടുംബക്കാരിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, രക്തബന്ധങ്ങളിലേക്ക്, വേണ്ടപ്പെട്ടവരിലേക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നും പറഞ്ഞുകൊണ്ട്, ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, നെറുകയിൽ ചുംബിച്ചുകൊണ്ട് വന്ന് പ്രയാസങ്ങളൊക്കെ മാറ്റുവാൻ, പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മനക്കരുത്ത് നാം നേടിയെടുക്കണം സഹോദരങ്ങളെ. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഈ കബൂലാക്കുന്ന ഒരു സദസ്സാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് നാം എന്ന് നാം തിരിച്ചറിയുക സഹോദരങ്ങളെ. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കൂടെ, നമ്മുടെ ഈ സദസ്സിൽ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, റബ്ബേ, ആ പരീക്ഷണങ്ങൾ എന്തിനാണെന്ന് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്നാലും നിന്നോട് കേഴുകയാണ് അല്ലാ, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണമേ അല്ലാ. കരുത്തില്ല അല്ലാ, കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അസുഖങ്ങളെ തൊട്ട് റബ്ബേ ഞങ്ങളെ നീ കാത്ത് കൃപ ചെയ്യണമേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വല്ലാത്ത മാരക രോഗത്തിലാണ് ലോകം പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാടും ചുറ്റുപാടും. റഹ്മാനായ റബ്ബേ, ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. മാരകമായ അസുഖങ്ങൾ തന്നുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. വഴിതെറ്റി പോകുന്ന ഒരു ലോകത്താണ് നമ്മുടെ മക്കൾ. കലാലയങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ തിരിച്ചു വരുന്നത് മതനിരാസത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്നാണ്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം റബ്ബേ.
സ്വാലിഹായ സന്താനങ്ങളാക്കി നീ ഞങ്ങളെ മക്കളെ നീ വളർത്തണമേ അല്ലാ. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഇവിടെ കൂടിയിരിക്കുന്ന എത്രയോ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ, ഭർത്താക്കന്മാർ, വേണ്ടപ്പെട്ടവർ റബ്ബേ നിന്റെ ബർസഖിയായ ലോകത്താണ്. ഞങ്ങളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുവാൻ അവർ ഇല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. റബ്ബേ അവരുടെ ഖബർ ജീവിതം നീ സുന്ദരമാക്കണമേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ എല്ലാം പുറത്തു കൊടുത്ത് ബർസഖിയായ ജീവിതം അനുഗ്രഹമാക്കണമേ അല്ലാ. റഹ്മാനായ റബ്ബിന്റെ അവനോടുള്ള ഈ പ്രാർത്ഥനയാണ് വിശ്വാസികളെ നമുക്ക് കൈമുതൽ, നമുക്ക് കരുത്ത്. നാം പിരിയുകയാണ് സഹോദരങ്ങളെ. പിരിയുമ്പോൾ ശക്തമായ ഒരു സുന്നത്ത് കൂടി നിങ്ങളോട് എന്നോടെന്ന പോലെ വസീയത്ത് ചെയ്യുകയാണ്. നല്ല ഒരു സ്വതഖ നിങ്ങൾ വിട്ടേച്ചു പോകണം. ഈ ഇവിടെ കൂടിയിരിക്കുന്നതിന് നല്ല ഒരു തുക വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ തരുന്ന സാമ്പത്തികമാണ്, നിങ്ങൾ തരുന്ന നാണയത്തുട്ടുകളാണ്. അതിന്റെ കൈമുതൽ നിങ്ങൾ പോകുമ്പോൾ നല്ല ഒരു തുക ആ ബക്കറ്റിൽ നിക്ഷേപിച്ചു കൊണ്ട് പോകണം സഹോദരങ്ങളെ. ദാനമെന്ന് പറയുന്നത്, സ്വതഖ എന്ന് പറയുന്നത് മുസീബത്ത് മാറുവാൻ വേണ്ടിയാണ്, നാളെ അർശിന്റെ തണൽ ലഭിക്കുവാൻ വേണ്ടിയാണ്. വരാനിരിക്കുന്ന മുസീബത്തുകൾ അല്ലാഹു ഈ സ്വതഖ കൊണ്ട് മാറ്റിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇവിടെ നിന്ന് പിരിയുകയാണ്. ശക്തമായ ഒരു സ്വതഖ നിങ്ങൾ നൽകിക്കൊണ്ട് വേണം ഇവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടത്. സഹോദരങ്ങളെ, എന്നോടെന്ന പോലെ നിങ്ങൾ എല്ലാവർക്കും ഈദാശംസകൾ നേരുന്നതോടൊപ്പം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ നീ വെറുതെയാക്കല്ലേ അല്ലാ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രം ചെയ്ത ഇബാദത്തുകളെ നീ സ്വീകരിക്കണമല്ലാ. പോരായ്മകളും സ്ഖലിതങ്ങളും ഉണ്ട് അല്ലാ. എല്ലാം നിന്റെ വരദാനം റഹ്മത്ത് കൊണ്ട് നീ എല്ലാം ക്ഷമിക്കണയല്ല, പൊറുക്കണയല്ല. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ റബ്ബേ അവർക്ക് ശിഷ്ട ജീവിതം നീ സൗഖ്യം നൽകണമേ. നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ അല്ല. റബ്ബേ പ്രവാസ ജീവിതത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ല. ശിഷ്ട ജീവിതം കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ നീ തൗഫീഖ് നൽകണമല്ല. സ്വാസ്ഥ്യം നിറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ നീ സമാധാനം നൽകണമല്ല. പശ്ചിമേഷ്യയിൽ അസമാധാനത്തിന്റെ വിത്ത് നീ മാറ്റിക്കളയണമല്ല. എത്രയും വേഗം നീ സമാധാനം നൽകണമല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം ഞങ്ങളുടെ അടുക്കളയെ പോലും ബാധിച്ചിരിക്കുകയാണ് റബ്ബേ. എത്രയും വേഗം നീ ശാന്തി നൽകണമല്ല, സമാധാനം നൽകണമല്ല. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുജാഹിദീന ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ ആമിൻ റൗആതിഹിം വശ്ഫി മർളാഹും വതഖബ്ബൽ ശുഹദാഹും. അല്ലാഹുമ്മ തഹ്ഹിറൽ മസ്ജിദൽ അഖ്സാ മിനൽ യഹൂദ്. അല്ലാഹുമ്മ തഹ്ഹിറൽ മസ്ജിദൽ അഖ്സാ മിനൽ യഹൂദ്. അല്ലാഹുമ്മ തഹ്ഹിറൽ മസ്ജിദൽ അഖ്സാ മിനൽ യഹൂദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണമേ. വിശ്വാസികളെ, നമ്മുടെ ഇബാദത്തുകൾക്ക് തുടർച്ച ഉണ്ടാകണം. നോമ്പുകൾ അവസാനിക്കുന്നില്ല. നാളെ ശവ്വാൽ 6 നോമ്പ് തുടങ്ങുകയാണ്. രാത്രി നമസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും തന്നെ അത് മുടക്കം വരുത്തരുത്. ജീവിതാന്ത്യം വരെയും കൊണ്ടുപോകണം സഹോദരങ്ങളെ. മരണം എപ്പോഴാണ് ഉണ്ടാവുക? ആ മരണസമയത്ത് അമലുകളുമായിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലണം സഹോദരങ്ങളെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ അർഹംഹുമാ കമാ റബ്ബഉനാ സുഗാറാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അലിഫ് ബൈന ഖുലൂബിനാ വഅസ്ലിഹ് ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن. بارك لنا في أسماعنا وأبصارنا وقلوبنا وتجاراتنا وديارنا يا أرحم الراحمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين برحمتك يا أرحم الراحمين.